ഹായ്, ഞാൻ ഡോക്ടർ ബൈജു, റിട്ടയർഡ് സിവിൽ സർജൻ ആൻഡ് പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വേൾഡ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായിട്ട് ആചരിച്ചു വരികയാണല്ലോ ലോകമെമ്പാടും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, കാതലായ സന്ദേശം എന്താണ് എന്നുള്ളത് കുറച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 1928 ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചതോടുകൂടിയാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക് ഏറ ആരംഭിക്കുന്നത്. അന്ന് ലോകമായ മഹായുദ്ധത്തിലൊക്കെ അനേക ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ ഈ പെനിസിലിൻ വളരെ പ്രയോജനപ്പെട്ടു. അതിനുശേഷം കുറച്ച് ദശകങ്ങളോളം ആൻറ്റിബയോട്ടിക്സുകൾ പുതിയ ആൻറ്റിബയോട്ടിക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങൾക്കുള്ളിൽ നമുക്ക് വളരെ വിരളമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ പുതുതായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് പല തരത്തിലാണ്. അത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന്, രോഗികളുടെ ഭാഗത്തു നിന്ന്, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, പല മേഖലകളിൽ നിന്നും ദുരുപയോഗം ചെയ്യുന്നത് മൂലം നമുക്ക് രോഗാണുക്കൾക്ക് ഈ ആൻറ്റിബയോട്ടിക്സുകളോട് പ്രതിരോധ ശക്തി ലഭിക്കുകയും, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കൾ ഈ ആൻറ്റിബയോട്ടിക്സിൽ കൊടുക്കുമ്പോൾ അവയെ നശിക്കാതിരിക്കാനുള്ള സ്വയം പ്രതിരോധ ശക്തി സ്വയമേവ ആർജിക്കുകയും നമ്മൾ രോഗം മാറാൻ വേണ്ടി കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ തൽഫലമായി ഫലിക്കാതിരിക്കുകയും രോഗം മാറാതിരിക്കുകയും രോഗി രോഗത്തിന് അടിപ്പെടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും ആശങ്കാവഹമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ രോഗികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന 60% ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ യാതൊരു ആവശ്യവുമില്ലാതെയാണ് രോഗികൾക്ക് കൊടുക്കുന്നത്. ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ വൈറൽ ഫീവറുകളായിരിക്കും, വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളായിരിക്കും, അല്ലെ ഫംഗസ് തുടങ്ങിയ മറ്റ് പ്രോട്ടോസോവൻസ്, മറ്റു പല മൈക്രോബ്സ് അല്ലെങ്കിൽ രോഗകാരികളായ അണുക്കൾ മൂലം ഉണ്ടാകുന്ന എല്ലാത്തിനും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമുക്ക് വർദ്ധിച്ചു വരികയാണ്. തൽഫലമായി എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മുടെ രോഗകാരികളായ ബാക്ടീരിയ, വൈറസുകളെല്ലാം ഉൾപ്പെടെ അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു സവിശേഷതയാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവരുടെ അവകാശം നിലനിർത്തുക ഏത് വിധേനയും. അപ്പോൾ മനുഷ്യന് മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് രോഗാണുക്കളെ നശിപ്പിക്കുമ്പോൾ ആ ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഈ രോഗാണുക്കൾ, ബാക്ടീരിയ ആയാലും വൈറസ് ആണെങ്കിലും ഏത് രോഗകാരികളായ അണുക്കളായാലും നേടിയെടുക്കും. അതവർക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ്. അപ്പം അത് പല രീതിയിൽ അവർ നേടിയെടുക്കും. ഒന്നുകിൽ അവരുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി മ്യൂട്ടേഷൻ മൂലം അവർ നേടിയെടുക്കാം, അല്ലെങ്കിൽ പുതിയ ചില മെക്കാനിസംസ് അവരുടെ സെൽവാൾ, കോശഭിത്തി, നമ്മൾ ഏത് ഭാഗത്താണോ, കോശത്തിലാണോ, ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിൻ്റെ ഏത് ഭാഗത്താണോ നമ്മുടെ ആൻറ്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത്, ആ ഭാഗം അവർ മാറ്റി വേറെ രീതിയിൽ അതിൻ്റെ ഘടന മാറ്റാം. റെസിപ്റ്റർ അല്ലെങ്കിൽ ടാർഗറ്റ് സൈറ്റ് അവരെ ആൾട്ടർ ചെയ്യാം. വിശദമായിട്ട് പറയുന്നില്ല. ചുരുക്കത്തിൽ പല രീതിയിൽ ഈ ബാക്ടീരിയ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സുകൾക്കെതിരെ പ്രതിരോധ ശക്തി നേടുകയും, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വരികയും രോഗം മാറാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് ആക്കം കൂട്ടുവാനും നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നമ്മുടെ ആൻറ്റിബയോട്ടിക്സുകൾ ദുരുപയോഗം ചെയ്യുക, അനവസരത്തിലും അനുയോജ്യമല്ലാതെയും തെറ്റായ അളവിലും തെറ്റായ കാലഘട്ടത്തിലേക്കും കൊടുത്ത് നമ്മൾ ഈ രോഗാണുക്കളുടെ ഈ ശക്തിയെ, കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെ വളം വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ 60% ആൻറ്റിബയോട്ടിക്കുകൾ ഒരാവശ്യമില്ലാതെ വൈറൽ ഫീവറിനും മറ്റ് രോഗങ്ങൾക്കും വേണം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. അത് വളരെ അപൂർവമാണ്.
ഇപ്പോൾ അത് വൈറലാണോ ബാക്ടീരിയലാണോ ഏത് രോഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത് വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ ജീവൻ മരണ സന്ദർഭത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. അല്ലാതെ സാധാരണമായപ്പെട്ട പനികൾക്കോ അല്ലെങ്കിൽ ബാക്ടീരിയ ശ്വാസകോശ രോഗങ്ങൾക്കോ വയറിളക്കത്തിനോ മറ്റേത് രോഗങ്ങൾക്കും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻ അവസ്ഥയിലാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് അത് ബാക്ടീരിയൽ ആണെന്ന് ബോധ്യം വന്നതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് ക്ലിനിക്കലി അല്ലെങ്കിൽ രോഗികളുടെ രോഗലക്ഷണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രക്തപരിശോധനയിൽ നിന്നോ നമുക്ക് മനസ്സിലായതിന് ശേഷം മാത്രം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഒരു രോഗി ഒരു രോഗലക്ഷണവുമായിട്ട് വരുമ്പോൾ പനിയായിട്ട് വരുമ്പോൾ, പനി എന്നൊക്കെ പറയുന്ന പല രോഗങ്ങളുടെയും ലക്ഷണം മാത്രമാണ്. ഉടനെ ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാതെ, അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നേക്കാം. അല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, രോഗിയുടെ കണ്ടീഷൻ അവസ്ഥ നമ്മൾ നോക്കുക. രോഗികളുടെ അവസ്ഥ ജീവൻ്റെ നിലനിർത്താനുള്ള ആവശ്യം നമുക്കറിയാം. സാധാരണ ഈ നമ്മൾ പൾസ്, BP അല്ലെങ്കിൽ പിന്നെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, അല്ലെങ്കിൽ രോഗിയുടെ പുറമേയുള്ള അവസ്ഥ, അപ്പിയറൻസ് പിന്നെ ആക്റ്റീവാണോ അല്ലെങ്കിൽ ഡ്രൗസിയാണോ, പല കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഏത് അടിയന്തര സാഹചര്യമാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ അവസരത്തിലല്ലാതെ നമ്മൾ ഒരു കാരണവശാലും സ്ട്രേറ്റ് അവേ നമുക്ക് ആൻറ്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ചില രോഗികൾക്ക് നമുക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കാണും. ഒന്നുകിൽ തൊണ്ടയ്ക്ക് ടോൺസിലൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് പരിശോധിക്കും. ക്ലിനിക്കലി നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ന്യൂമോണിയ ആണോ ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് സ്ട്രേറ്റ് അവേ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വെൻ വി ആർ ഇൻ ഡൗട്ട്, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് ആൾമോസ്റ്റ് 100% നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ആൾമോസ്റ്റ് അല്ലെ കൂടുതലും മെജോറിറ്റി ചാൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടെങ്കിൽ മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റൈറ്റ് ചോയ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗാണുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കഴിയുന്നതും സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ രോഗത്തെക്കുറിച്ചും ആ രോഗം ഉണ്ടാകുന്ന രോഗാണുവിനെക്കുറിച്ചും ആ രോഗാണുവിനെതിരായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചും നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. റൈറ്റ് സെലക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്, റൈറ്റ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇത്ര ദിവസം. ചില ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, ചില ആൻറ്റിബയോട്ടിക്കുകൾ 14 ദിവസം, മറ്റ് ചിലവായി 2-3 ആഴ്ചകൾ കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. അപ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക്കുകളും എത്ര നാൾ ഡ്യൂറേഷനിൽ കൊടുക്കണോ അത്രയും നാൾ തന്നെ കൊടുത്തില്ലെങ്കിൽ റെസിസ്റ്റൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും സംഭവിക്കുന്നത് രോഗികൾ അവരുടെ രോഗലക്ഷണങ്ങൾ ഒന്ന് കുറയുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ അവർ സ്വമേധയാ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും കർശനമായ നിർദ്ദേശം കൊടുക്കണം. ഒരു മോട്ടിവേഷൻ, ബോധവൽക്കരണം രോഗികൾക്ക് നൽകേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കുറഞ്ഞാലും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൃത്യമായ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അത് 5 ആകാം, 7 ആകാം, 14 ആകാം, ഡിപ്പെൻഡിങ് ഓൺ ദി ഡിസീസ്. അത് മറ്റൊരു കാര്യം റൈറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള, ഏത് റൂട്ടും ഓറലായിട്ടാണോ IV ആയിട്ടാണോ അല്ലെങ്കിൽ മറ്റ് പല മെത്തേഡ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ഏത് രീതിയിൽ കൊടുത്താലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക, സേഫ് ആണോ ആ രീതിയിൽ മാത്രം കൊടുക്കുക. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ഡോസ്. നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസ് ഇൻകറക്റ്റ് ഡോസ് അല്ലെങ്കിൽ സബ് ഓപ്റ്റിമൽ ഡോസിലോ ഓവർ ഡോസിലോ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗികൾക്ക് ആ ആൻറ്റിബയോട്ടിക്സ് ഫലിക്കാതെ വരികയും രോഗാണുവിന് അതൊരു പ്രതിരോധ ശക്തി നേടിയെടുക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഡോസിൽ, കറക്റ്റ് ഡ്യൂറേഷനിൽ, കറക്റ്റ് റൂട്ടിൽ, ഇതിനൊക്കെ പുറമെ ആദ്യം ഞാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള ആൻറ്റിബയോട്ടിക് തന്നെ സെലക്ട് ചെയ്ത് സെലക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് രോഗികൾക്ക് കൊടുക്കുക. ഇനി രോഗികളുടെ ഭാഗത്ത് നിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മുടെ അത് പബ്ലിക്കിൻ്റെ ഭാഗത്ത്, ഗവൺമെൻറ് പോളിസി മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് നല്ലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പാടില്ല. അത് വളരെ ഒരു വെൽക്കം മൂവാണ്. പല വിദേശ രാജ്യങ്ങളിലും ആൾറെഡി തന്നെ വർഷങ്ങളായിട്ടത് പ്രാവർത്തികമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ കൊടുത്ത മരുന്ന് തന്നെ അവർ ആ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി കണ്ട് ആ മരുന്ന് തന്നെ വാങ്ങിച്ച് കൊടുക്കും. അത് നോക്കാതെ എന്താണ് പഴയ അന്ന് വന്ന രോഗമാണെന്നൊന്നും അവരറിയുന്നില്ല. അപ്പം രോഗികൾ സ്വയമേവ ആൻറ്റിബയോട്ടിക്സ് ഓവർ ദി കൗണ്ടർ പോയി വാങ്ങിച്ച് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കുക.
ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അപ്പോൾ തന്നെ പണ്ട് ഡോക്ടർ കുറിച്ച പ്രിസ്ക്രിപ്ഷൻ പാട് വെച്ച് പോയി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ വെച്ച് പോയി ഇപ്പോൾ വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും എന്ത് മരുന്നാണെങ്കിലും കുറിപ്പിച്ച് അത് വെച്ച് അപ്പോൾ മെഡിസിൻ വാങ്ങിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങൾ മാറുമ്പോൾ ആൻറ്റിബയോട്ടിക് പകുതി കൊടുത്തിട്ട് ബാക്കി പിന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരിക്കലും സൂക്ഷിച്ചു വെക്കാതിരിക്കുക. ഡോക്ടർ പറയുന്ന അത്രയും കാലയളവിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 5 ദിവസമോ 7 ദിവസമോ എത്രയാണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ അസുഖം മാറിയാലും രോഗം മാറിയാലും പറയുന്ന അതേ അത്രയും ദിവസം തന്നെ ആൻറ്റിബയോട്ടിക്സുകൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തല്ല രോഗികളുടെ അല്ലെ കുട്ടികളാകുമ്പോൾ ബന്ധുക്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സുകൾ ദുരുപയോഗം എന്ന് ഞാൻ പറഞ്ഞു. ഈ ആൻറ്റിബയോട്ടിക്സിൽ മനുഷ്യരുടെ രോഗത്തിന് മാത്രമല്ല നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിവേചനരഹിതമായിട്ട് നമ്മൾ അനിമൽ ഹസ്ബൻഡറി, അതായത് മൃഗസംരക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളുടെ പോൾട്രി ഫാമിൽ നമ്മൾ അഗ്രികൾച്ചർ മേഖലയിൽ കീടനാശിനികളായിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്സുകൾ കോഴി ഫാമുകൾ, അതായത് പോൾട്രിയിൽ അനിമൽ ഹസ്ബൻഡ് പല മൃഗങ്ങളുടെയും വളർത്തു മൃഗങ്ങളുടെയൊക്കെ രോഗം വരാതിരിക്കാൻ വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സുകൾ വലിയ ഒരു പക്ഷേ അവർക്ക് തൂക്കം വെക്കാൻ വേണ്ടി ഇപ്പം മീറ്റ് ട്രേഡിലൊക്കെ ആണെങ്കിൽ തൂക്കം വെക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് രോഗം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോർമോൺ ഉൾപ്പെടെയുള്ള ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അഗ്രികൾച്ചറൽ, പോൾട്രി, അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ എല്ലാ മേഖലകളിലും ആൻറ്റിബയോട്ടിക്സുകൾ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുകയല്ല, ദുരുപയോഗം ചെയ്യുകയാണ്, വിവേചനരഹിതമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം ഈ രോഗാണുക്കൾക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ രോഗാണുക്കൾക്ക്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾക്ക് ഈ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി അവർ നേടിയെടുക്കും. അതുപോലെ എന്ത് സംഭവിക്കും? ഭാവിയിൽ നമ്മൾ ഈ എന്ത് രോഗത്തിനാണോ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പം കൊടുക്കുന്നത്, ആ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്താൽ അവർക്ക് അത് ഫലിക്കാതെ വരുന്നു, രോഗം മാറാതെ വരുന്നു, രോഗികൾ ഒരു പക്ഷേ ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെത്തിച്ചേരും. നമുക്കറിയാം, ഇപ്പോഴും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡ്രഗ്സ് ICUവിലായിട്ട് ജീവൻ മരണ ഒരവസ്ഥയിലാണ്, അതിഗുരുതരമായ ഒരവസ്ഥയിൽ ICUവിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആയുധങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ്, നമ്മുടെ ആയുധങ്ങൾ ആൻറ്റിബയോട്ടിക്സുകളാണ്. ആ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ വെറുതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ OP ബേസിസിലും അല്ലെ വെറും വൈറൽ ഫീവറിന് വരെ കൊടുത്ത് ഒരു പക്ഷേ രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും OP ഓറലായിട്ടാണെങ്കിലും പലരും കൊടുക്കുന്നുണ്ട്. പല രോഗികളും ആവശ്യപ്പെട്ട് അത് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ, നമ്മുടെ മനുഷ്യരാശിയോട്, ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമാണ്. കാരണം നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അതീവ ആസന്ന നിലയിൽ എത്തുന്ന ഒരു രോഗിക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അത് ചുരുക്കത്തിൽ ICUവിലും മറ്റും കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന മരുന്നുകൾ നമ്മുടെ യുദ്ധ ആയുധങ്ങളാണ്. അതെടുത്ത് നമ്മൾ ഒരാവശ്യമില്ലാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സാധാരണ രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഈവൻ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാത്ത രോഗങ്ങൾക്ക് പോലും കൊടുക്കുന്നൊരു പ്രവണത പലപ്പോഴും ചിലയിടത്തെങ്കിലും കാണാറുണ്ട്. അത് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്കൊരു രോഗം മൂർച്ഛിച്ച് ഒരു ICUവിൽ അഡ്മിറ്റ് ചെയ്യാവുന്ന ഒരു അവസരത്തിൽ ഈ ആൻറ്റിബയോട്ടിക് ആ രോഗിക്ക് ഫലിക്കാതെ വരികയും രോഗി മരണത്തിന് അടിപ്പെടുകയും ചെയ്യും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞ് ഈ രീതിയിൽ തുടർന്നാൽ നമ്മൾ 2050 ആകുമ്പോഴേക്കും ഒരു വർഷം 1 കോടിയിലോളം ആളുകൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതായത് രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകളുള്ള പ്രതിരോധം മൂലം മരിക്കും എന്നാണ് കണക്ക്. അപ്പോൾ അതിൻ്റെ കാഠിന്യാവസ്ഥ, ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്സ് പ്രധാനമായിട്ട് 3 തരമുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കാവുന്ന ഡ്രഗ്സ് ഉണ്ട്, സാധാരണ രോഗങ്ങൾക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, അത് അസസ് ഡ്രഗ് ഉണ്ട്, വാഷ് ഡ്രഗ് എന്ന് വെച്ചാൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ മാത്രം കുറച്ചുകൂടെ സൂക്ഷിച്ചു കൊടുക്കേണ്ടവ, പിന്നെ റിസർവ് ഡ്രഗ് എന്ന് വെച്ചാൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അത്യാസന്ന നിലയിലെത്തിയ രോഗികൾക്ക് ICUവിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഡ്രഗ്സാണ്. അത് അപ്പോൾ മാത്രമേ ആ ഡ്രഗ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ഡ്രഗുകൾ എടുത്ത് ഇപ്പോൾ വെറും സാധാരണ രോഗങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ രോഗിക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു ഫലവും ലഭിക്കാതെ വരും. ചുരുക്കത്തിൽ രോഗാണുവിനെതിരായിട്ടുള്ള അല്ലെ രോഗാണുക്കളെതിരായിട്ടുള്ള നമ്മുടെ യുദ്ധത്തിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എല്ലാം മൂർച്ച നമ്മൾ നശിപ്പിക്കുകയാണ്. വെറും നിസ്സാരമായ രോഗങ്ങൾക്ക് അല്ലെ വളരെ ചെറിയ ഒരു ആൻറ്റിബയോട്ടിക് വളരെ നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ കാഠിന്യം കുറഞ്ഞ അല്ലെ എഫക്റ്റ് കുറഞ്ഞ എന്നുള്ള ഭാഷയിൽ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറാവുന്ന രോഗത്തിന്
ഒരുപാട് പിന്നെ അതീവ ആസന്ന നിലയിലുള്ള രോഗികൾക്ക് കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കൊടുക്കുകയും തൽഫലമായി ആ ആയുധം നമുക്ക് ഭാവിയിൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുകയും നമുക്ക് പിന്നെ നമ്മുടെ ആവനാഴിയിൽ അസ്ത്രമില്ലാത്ത അവസ്ഥ, നമ്മുടെ ആയുധ ശേഖരത്തിൽ രോഗാണുവിനെ അല്ലെ രോഗത്തെ നേരിടാനുള്ള ആയുധം ഇല്ലാത്തൊരവസ്ഥയായി നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കേണ്ടി നിഷ്ക്രിയരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുമ്പം വളരെ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രം ഉപയോഗിക്കുക. ഡോക്ടർ പറയുന്ന അത്രയും ദിവസത്തേക്ക് ഉപയോഗിക്കുക. അത് കറക്റ്റായിട്ട് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് രീതിയിൽ മെത്തേഡിൽ അത് കൊടുക്കുക. പിന്നെ അത് ഒരിക്കൽ ഉപയോഗിച്ച ആൻറ്റിബയോട്ടിക് രോഗം മാറുമ്പോൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം കുറയുമ്പോൾ, ലക്ഷണങ്ങൾ മാറുമ്പോൾ ആൻറ്റിബയോട്ടിക് ആ രോഗം മാറി ഇനി കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ നിർത്താതിരിക്കുക. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ രോഗികളുമായിട്ട് ഇടപഴകുമ്പോൾ മറ്റ് രോഗികളുമായിട്ടും മറ്റുള്ളവരോടുകൂടി നമ്മൾ കാര്യങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യണം. അതായത് ഈ മെസ്സേജ് ഇങ്ങനെയുള്ള നമുക്ക് സ്വന്തമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മൂലം നമുക്ക് ഇന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. നമ്മുടെ ഭാവിയിൽ നമ്മളെ രോഗാണുവിനെതിരായിട്ടുള്ള നമ്മുടെ ആയുധങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ മൂർച്ച നമ്മൾ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളുടെ. അപ്പോൾ ഈ പറഞ്ഞ മെസ്സേജ് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും സമൂഹത്തിലുള്ളവർക്കും ബോധവൽക്കരണം നടത്തേണ്ട നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാത്ത പക്ഷം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് കാരണം ഓരോ ജീവികൾക്കും അവരുടെ ജീവൻ നിലനിർത്തുവാനും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരത് ഏത് വിധേന അവർ നേടിയെടുക്കും. അതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ അവരുടെ ആ കഴിവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് മുൻപറഞ്ഞ ആക്ടിവിറ്റീസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ വളരെ സൂക്ഷ്മതയോട് വിവേചനത്തോടു കൂടി ഉപയോഗിക്കുക. ഓവർ ദി കൗണ്ടറായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കൊടുക്കാതെ ഇപ്പം ഗവൺമെൻറ് അതിന് നല്ലൊരു വെൽക്കം സ്വാഗതാർഹമായ നീക്കം നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. ഈ വക കാര്യങ്ങളോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുകയും നമ്മുടെ ഭാവി തലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ അടുത്ത തലമുറയും നമുക്ക് രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള രോഗങ്ങളോടുള്ള യുദ്ധത്തിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാനുള്ള മൂർച്ചയേറിയ ആയുധങ്ങളുടെ മൂർച്ച നമ്മൾ അവയുടെ ദുരുപയോഗം മൂലം ഇല്ലാതാക്കുകയും ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക് വളരെ കുറച്ച് 3-4 വർഷമായിട്ട് വളരെ കുറച്ച് കഴിഞ്ഞ ദിവസം 2-3 ദിവസത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു. വളരെ ചെറിയ അളവിൽ മാത്രം കുറച്ച് വിരളമായിട്ട് മാത്രമേ ആൻറ്റിബയോട്ടിക്സ് പുതുതായിട്ട് നമ്മുടെ ആയുധ കലവറയിൽ എത്തുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വസ്തുത കൂടി നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ ഭാഗത്ത് നിന്നും ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം പരമാവധി കുറയ്ക്കുക. അത് സമൂഹത്തിലേക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്യുക. അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ ദാരുണമായൊരവസ്ഥയായിരിക്കും. അനേകം ആളുകൾ രോഗങ്ങളുടെ പിടിപ്പുകൾ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന രോഗങ്ങളെല്ലാം തന്നെ രോഗാണുക്കളെല്ലാം തന്നെ അവയോട് പ്രതിരോധ ശക്തി നേടുകയും നമ്മൾ ആ രോഗങ്ങൾക്ക് അടിപ്പെടേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ സംജാതമാകുന്ന സംശയമില്ല. ഇപ്പം തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിലെങ്കിലും നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് ശ്രമിക്കുക. ആൻറ്റിബയോട്ടിക്സുകൾ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് വളരെ വിവേചനത്തോടു കൂടി മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് എന്നുള്ള മെസ്സേജ് എല്ലാവരിലേക്കും ഞാൻ എത്തിക്കാനാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. നന്ദി.